കല്ലറ തലയാഴം പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന വാക്കേത്തറ കബിക്കാട് റോഡ് ടെൻഡർ ചെയ്തതായി വൈക്കം MLA ശ്രീമതി CK ആശ. നിർമ്മാണ പ്രവൃത്തികൾക്കായി കിഫ്ബിയിൽ നിന്നും 25.02 കോടി രൂപയുടെ അന്തിമ സാമ്പത്തിക അനുമതി ലഭിച്ചിരുന്നു. 2024 മാർച്ചിൽ റോഡ് നിർമ്മാണത്തിനായി ആദ്യഘട്ടത്തിൽ കിഫ്ബിയിൽ നിന്നും 19.64 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ വാക്കേത്തറ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം റോഡ് നിർമ്മാണം നീണ്ടു. തുടർന്ന് കിഫ്ബി KRFB ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ MLA യോഗം വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു. പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് സമയബന്ധിതമായി വാക്കേത്തറ കല്ലുപുര റോഡ് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് മറ്റൊരു അവകാശവാദം അതിൽ വന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാനായിട്ട് അത് ഒരു പ്രധാന ന്യൂസായിട്ട് തന്നെ നിങ്ങളുടെ ഒരു സഹായം ഉണ്ടാകണം എന്ന് പറഞ്ഞത്. കാരണം PMGSYയുടെ ലിസ്റ്റ് നമുക്ക് തന്നിരുന്നു. അത് PMGSYയുടെ ഓഫീസിൽ നിന്ന് MLA ഓഫീസിലേക്കും MPയുടെ ഓഫീസിലേക്കും കൊടുത്തിരുന്നു. അപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടി 25 കോടി രൂപ അനുവദിച്ച ഒരു പ്രദേശം എന്ന നിലയിൽ നമുക്ക് അതിനൊരു പ്രയോറിറ്റി തീരുമാനിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് 6 റോഡുകളിൽ. അപ്പോൾ അത് സർക്കാരിൻ്റെ കിഫ്ബിയുടെ ധനസഹായം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ധനസഹായം ലഭിച്ച ഒരു റോഡ് അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ നടക്കുന്ന ഒരു റോഡെന്ന നിലയിലാണ് നമ്മൾ അതിനെ കാണുകയും അത് ആ വിഷയങ്ങൾ MPയോട് നേരിട്ട് തന്നെ MLA എന്ന നിലയിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു ഫണ്ട് അനുവദിച്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ നടപടികൾ നടക്കുകയാണ്. സാങ്കേതിക വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി അത് ടെൻഡറിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ നേരിട്ട് തന്നെ MPയെ അറിയിച്ചിരുന്നെങ്കിലും അവിടെ മുണ്ടാറിൽ ഇത് സംബന്ധിച്ച് അവിടെ വാക്കേത്തറ കല്ലുപുര റോഡിന് മുണ്ടാർ റോഡിന് MP ഫണ്ട് അനുവദിച്ചു എന്നുള്ള തരത്തിലുള്ള വലിയ പ്രചരണങ്ങളും അവിടെ അനൗൺസ്മെൻറ്റും മീറ്റിങ്ങും ബോർഡ് വയ്ക്കലും ഒക്കെ നടത്തിയിട്ടുള്ളത് കൂടി ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ വാക്കേത്തറ കല്ലുപുര റോഡിന് നിർമ്മിക്കുന്നതിനാവശ്യമായ 25 കോടി രൂപയും സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി തന്നിട്ടുള്ള ഫണ്ടാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പുതുക്കിയ ഡിസൈനിലെ അപ്രോച്ച് റോഡ് നിർമ്മാണമടക്കം ഉൾക്കൊള്ളിച്ചാണ് 25.02 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി നേടിയെടുത്തത്. 2016-17 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട കല്ലറ കബിക്കാട് വാക്കേത്തറ റോഡ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. വിഷയത്തിൽ CK ആശ MLAയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കൽ അപ്രായോഗികമാണെന്ന് കണ്ടെത്തിയ തോട്ടകം വാക്കേത്തറ കല്ലറ കബിക്കാട് റീച്ചുകൾ ഒഴിവാക്കി വാക്കേത്തറ കബിക്കാട് റോഡ് മെച്ചപ്പെടുത്തൽ എന്ന് പേര് മാറ്റിയാണ് പദ്ധതി മുന്നോട്ട് പോയത്. കേരള റോഡ് ഫണ്ട് ബോർഡ് സമർപ്പിച്ച വിശദമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് 5.775 കിലോമീറ്റർ നീളത്തിലും 3.8 മീറ്റർ ടാറിങ്ങും സൈഡ് കോൺക്രീറ്റ് അടക്കം 5.8 മീറ്റർ വീതിയിലുമായി ഉന്നത നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണത്തിനാണ് കിഫ്ബി തുക അനുവദിച്ചിട്ടുള്ളത്. KRFB ഡിപ്പോസിറ്റ് വർക്ക് എന്ന രീതിയിലായിരിക്കും റോഡിൻ്റെ നിർമ്മാണം. നമ്മുടെ സബ്ജക്ട് മെമ്മോറിയൽ ഹാളിലെ ബഹുമാനപ്പെട്ട ഭവന നിർമ്മാണ വകുപ്പ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവറുകൾ പട്ടയ വിതരണം നടത്തുന്നതാണ്. ഇതിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സമരം നടത്തി വന്നിരുന്ന HDP കോളനിയിലെ 7 പേർക്കും നമ്മൾ അർഹരായ 7 പേർക്കും നമ്മൾ പട്ടയം നൽകുന്നു. കൂടാതെ 4 പേരാണ് ബാക്കിയുള്ളത്. ഇവരുടെ മറ്റ് സ്ഥലങ്ങളിൽ ഭൂമി ഉള്ളതുകൊണ്ടാണ് നമുക്ക് നൽകാൻ കഴിയാതെ വന്നിരുന്നത്. ബാക്കി 7 പേരുടെയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 2-ാം തീയതി നമ്മൾ പട്ടയം നൽകുന്നതാണ്. ഇതോടുകൂടി ഇവിടെ നടത്തി വരുന്ന സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഒരു പ്രദേശത്തെ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി റോഡിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CK ആശ MLA അറിയിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ട് എഗ്രിമെൻറ്റ് നടപ്പിലാക്കി ഉടൻ തന്നെ റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. സമരത്തിലിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ പട്ടയങ്ങൾ ഇതിനു മുൻപ് തന്നെ 24 പേരുടെ പട്ടയം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് വന്ന് തീവ്രം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ വെച്ച് നമുക്കത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ വീണ്ടും ഒരു 11 കുടുംബാംഗങ്ങൾക്ക് കൂടി നമുക്ക് അവിടെ പട്ടയം കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അത് മുഴുവൻ പേർക്കും പട്ടയം കൊടുത്തതിന് ശേഷം മാത്രമേ അവർ സമരത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്നുള്ള രീതിയിൽ അവരുമായി ബന്ധപ്പെട്ട സമരസമിതി നമ്മളെ അറിയിച്ചിരുന്നു. അത് പ്രകാരമാണ് അവിടെ സമരം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും കൂടി നിർദ്ദേശപ്രകാരം അടിയന്തരമായി തന്നെ ആ വിഷയങ്ങൾ അന്ന് അപേക്ഷ കൊടുക്കാതിരുന്ന 11 പേർക്കാണ് നമുക്ക് പട്ടയം ഈ 24 പേർക്ക് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നത്. ഇതിനത് അടിയന്തരമായി അത് പരിഹരിച്ചുകൊണ്ട് അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും കൂടി വന്ന സാഹചര്യത്തിൽ അതിൽ അടിയന്തരമായി തന്നെ റവന്യൂ വകുപ്പ് ഇടപെടുകയും 11 പേർക്ക് പട്ടയം കൊടുക്കാനുള്ളവരെ കൊണ്ട് അപേക്ഷ വെപ്പിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പട്ടയം കൊടുക്കുന്നതിന് മുൻപായി ചെയ്യേണ്ട എല്ലാ സാങ്കേതികത്വവും ഇപ്പോൾ പൂർത്തീകരിച്ചു. വിഷൻ ന്യൂസ് വൈക്കം.